ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ ആരെങ്കിലും നിനക്കറിയോ? മധുരയിലും ഇവിടെയായിട്ട് കഴിയുന്ന ആരെങ്കിലും? അവിടെ ഹോസ്പിറ്റൽ ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന ഒരാളുണ്ടമ്മേ. ഞാനൊരു അനിയനെ പോലെ കാണുന്നൊരു പയ്യനാ. MBBS സ്റ്റുഡന്റ്, പേര് പ്രകാശ് എന്ന്. അവൻ ഇടയ്ക്കിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാറുള്ളതാ. ഒരിക്കൽ അവിടെ വെച്ച് വിഷ്ണുവിനെ കണ്ടു എന്നും വിളിച്ച് പറഞ്ഞത്. അല്ല, ഇതെന്താ പുറത്തു നിൽക്കുന്നത്? അകത്ത് വേറൊരു ഡോക്ടർ റൗണ്ട്സിന് വന്നിരിക്കുക. അതേത് ഡോക്ടർ? ഏയ്, എന്താ ഇത്? അയ്യോ, പ്ലീസ് ഹെൽപ്പ്. എന്താ ഇയാള്? ഏട്ടനെ അവരെ കൊല്ലാൻ നോക്കി. കിടക്കൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല. വേഗം BP ഒന്ന് ചെക്ക് ചെയ്യ്. സർ, ഡോക്ടർ, ശക്തി കൂടിയ പോയിസണാ. ഉള്ളിൽ ചെന്നാൽ 2 മിനിറ്റിനുള്ളിൽ എല്ലാം തീരും. അയാള് പൊയ്ക്കളഞ്ഞു. ശിവ, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. ഇവിടെ സേഫ് അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും മുറിയിലേക്ക് മാറാം. പോലീസ് പ്രൊട്ടക്ഷനും ആവശ്യപ്പെടാം. വേണ്ട ഡോക്ടർ, ഇനി അവരെന്തായാലും വരില്ല. എൻ്റെ ഒരു ചവിട്ട് അവൻ്റെ മർമ്മത്ത് തന്നെ കിട്ടിയിരിക്കുന്നേ. ഓക്കെ, റെസ്റ്റ് എടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ട്രേ എടുക്കുക. എന്തായാലും ഈ വിവരം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശിവേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ആരവരൊക്കെ? അത് പിന്നെ നിങ്ങളെ എവിടെയോ കണ്ട് നല്ല പരിചയം. ഞാനിന്ന് രാവിലെ മോളെ കൊണ്ട് വന്നതാ. വന്നപ്പോ കണ്ടാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് മുറി തന്നെയാ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓ, പപ്പി മോളുടെ ഫാദറാണോ? മോളെ അറിയോ? എവിടെയോ ആ പേര് കേട്ടതായിട്ട് ഓർക്കുന്നു. ഓ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, മോള് തിരക്കും. പിന്നെ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ വിളിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും. ശരി എന്നാ. ആരാ ശിവേട്ടാ അവരൊക്കെ? വേറെ എവിടെ നിന്നായിരിക്കും? ഇതവന്മാര് വിട്ടത് തന്നെയാ. ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അന്ന് വിഷ്ണു ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് വേറൊരു പെൺകുട്ടിയായിരുന്നല്ലോ.
എനിക്ക് ഉറപ്പുണ്ടെന്നേ. അന്ന് അവൻ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഈ ശാലിനിയല്ല. അപ്പൊ പിന്നെ അവന്റെ കൂടെ അവിടെ വന്ന പെണ്ണാരാ? ദാ ചായ. മോളിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, ലീവാ? ലീവ് എടുത്തിട്ടൊന്നുമില്ല. ഒരു സുഖമില്ല, ഒരസ്വസ്ഥതയും വീർപ്പുമുട്ടലും. ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ ഇവിടെ പലതും സംഭവിച്ചെന്നറിഞ്ഞു. ആരൊക്കെയോ വന്നെന്നോ എന്തൊക്കെയോ പറഞ്ഞെന്നോ. മോളെ, നീ വിശ്വസിക്കുന്നുണ്ടോ വിഷ്ണു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്? എനിക്കറിയില്ലമ്മേ, എന്താ വിശ്വസിക്കേണ്ടത്, എന്തൊക്കെയാ വിശ്വസിക്കേണ്ടാത്തതെന്ന്. അങ്ങനെ യാതൊരു മുൻവിധികളും എനിക്കിപ്പോ ഇല്ല. കാരണം എനിക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം പറയുന്നത് കള്ളങ്ങളാ. അമ്മയ്ക്കറിയോ വിഷ്ണുവേട്ടൻ പറഞ്ഞത് മധുരയ്ക്ക് പോയിട്ടില്ലാന്ന്? ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് മധുരയിലെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ വെച്ച് വിഷ്ണുവേട്ടനെയും ഭാര്യയും കൂടി കണ്ടുവന്ന്. അതിന്റെ അർത്ഥം എന്താ? വിഷ്ണുവേട്ടനെയും ആ പെണ്ണിനെയും അവരവിടെ വെച്ച് കാണുകയും അവരുടെ പെരുമാറ്റം കണ്ട് ഭാര്യയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ ഇടപഴകിയാലല്ലേ അമ്മേ മറ്റുള്ളവർക്ക് കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ. അങ്ങനെ ഇടപഴകുന്ന പെൺകുട്ടി ആരായിരിക്കും? രേഷ്മയെടുത്ത് ഞാൻ പോയി ചോദിച്ചു, പക്ഷെ അവൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത്. മാത്രമല്ല, സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാം. ആ, അവള് പറഞ്ഞ ശരിയല്ലേ? സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കണം, അതാണ് അതിന്റെ ശരി. അവിടെ പോയി ഇവരെ കുറിച്ച് എന്ത് അന്വേഷിക്കുമെന്ന് അമ്മ പറയുന്നേ? പരിചയമില്ലാത്ത നഗരമൊന്നും അല്ലല്ലോ. അവിടെ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ആണ് ഇവരെ കുറിച്ച് തിരക്കാൻ വിടുന്നെങ്കിലോ? അങ്ങനെ ആരെങ്കിലും നിനക്കറിയോ? മധുരയിലും ഇവിടെയായിട്ട് കഴിയുന്ന ആരെങ്കിലും? അവിടെ ഹോസ്പിറ്റൽ ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന ഒരാളുണ്ടമ്മേ. ഞാനൊരു അനിയനെ പോലെ കാണുന്നൊരു പയ്യന്, MBBS സ്റ്റുഡന്റ്, പേര് പ്രകാശ് എന്ന്. അവൻ ഇടയ്ക്കിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാറുള്ളതാ. ഒരിക്കൽ അവിടെ വെച്ച് വിഷ്ണുവിനെ കണ്ടൂന്നും വിളിച്ച് പറഞ്ഞത്. എന്നിട്ടാണോ? ഇപ്പൊ തന്നെ ആ ഫോണിൽ വിളിച്ചിട്ട് അവനോട് കാര്യം പറയേ. എന്തായടി? റിങ് ചെയ്യുന്നുണ്ട്. ആ ചേച്ചി, നീ ഇപ്പൊ എവിടെയാ? ആ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ചെറിയൊരു പർച്ചേസിങ്. നീ ഇവിടെ നാട്ടിലുണ്ടോ? ആ ഉണ്ടല്ലോ. എങ്കിൽ എനിക്ക് വേണ്ടി നിനക്കൊന്ന് മധുര വരെ പോവാമോ? ഒരു വിവരം തിരക്കാനാ. ആ നിനക്കാവുമ്പോ അവിടെ അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ടല്ലോ. അതിനെന്താ ചേച്ചി, പോവാലോ. എങ്കിൽ നീ ഇവിടം വരെ ഒന്ന് വാ, എന്റെ വീട്ടിലേക്ക്. എന്നിട്ട് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ആ ശരി ചേച്ചി.